പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി പിടികൂടിയ ഭാരതീയ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച് ഭാരതീയ തീരസംരക്ഷണ സേന. അതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് കാൽ ഭൈരവ് എന്ന മത്സ്യബന്ധന ബോട്ടും അതിലെ 7 തൊഴിലാളികളെയുമാണ് പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ PMS നുസ്രത്ത് എന്ന കപ്പൽ പിടികൂടിയത്. തുടർന്ന് ഗുജറാത്ത് തീരത്ത് വെച്ച് പാകിസ്ഥാൻ കപ്പലിനെ തടഞ്ഞു നിർത്തിയാണ് ഭാരതീയ തീരസംരക്ഷണ സേന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത്. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിശദാംശങ്ങൾ. രോഹിണി, യുദ്ധസമാനമായ ഒരു സാഹചര്യമായിരുന്നു ഇന്ന് വൈകുന്നേരം അറബിക്കടലിൽ ഗുജറാത്ത് തീരത്ത് ഉണ്ടായിരുന്നത്. അതായത് ഗുജറാത്ത് തീരത്ത് നിന്നും തന്നെ പുറപ്പെട്ട കാൽ ഭൈരവ് എന്ന മത്സ്യബന്ധന ബോട്ടും അതിലെ 7 തൊഴിലാളികളും. ഈ മത്സ്യബന്ധന ബോട്ട് അതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാന്റെ കോസ്റ്റ് ഗാർഡ് ഈ തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും അതേപോലെ തന്നെ ബോട്ടും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഭാരതീയ തീരസംരക്ഷണ സേനയുടെ അഗ്രിം എന്ന കപ്പൽ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ 2 മണിക്കൂർ നേരം ഈ അഗ്രിം എന്ന കപ്പൽ ഈ PMS നുസ്രത്ത് എന്ന ഈ പാകിസ്ഥാന്റെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ പിന്തുടർന്നു. അങ്ങനെ ഈ 2 മണിക്കൂർ നടന്ന ചേസിങ്ങിനൊടുവിലാണ് ഇതിനെ തടഞ്ഞു നിർത്തി അതിനകത്തുണ്ടായിരുന്ന 7 മത്സ്യത്തൊഴിലാളികളെ, ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അവർക്ക് രക്ഷിക്കാനായത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കാൽ ഭൈരവ് എന്ന മത്സ്യബന്ധന ബോട്ട് തകർന്നു പോയതായിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണത്തിനായി തീരസംരക്ഷണ സേന ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഗുജറാത്ത് പോലീസിന്റെ ഉദ്യോഗസ്ഥരും ഫിഷറീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു പ്രത്യേക ടീമിന് രൂപം നൽകിയതായിട്ടാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.